ഹലോ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്നത്തെ ലിസാന് ആൻസർ കീയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കി ഉത്തരങ്ങൾ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം നമുക്ക് മുകളില് ബ്രാക്കറ്റിൽ തന്നത് യോജിച്ചതിനോട് ചേർത്ത് എഴുതി കൊടുക്കണം. നമ്മള് ഇന്നലെ നടത്തിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വന്നതാണ് കൂടുതലും, അല്ലെ? നമ്മൾ പറഞ്ഞതുപോലെ കൂടുതലും വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ അത്വാമു എന്താണ്? ലദീദുൻ. അത്വാമു ലദീദുൻ, ഭക്ഷണം രസമുള്ളതാണ്. അടുത്തതോ അലീബുൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, സ്വഹാബിയുൻ. എഴുതാം. അസ്സയ്യാറത്തു ജദീദത്തുൻ, വാഹനം പുതിയതാകുന്നു. നാലാമത്തത് ഡേഷ് സയ്യിദത്തുൻ നിസായി അഹ്ലിൽ ജന്ന, സ്വർഗസ്ത്രീകളുടെ നേതാവ് ആരാണ്? ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ. അപ്പൊ അത്രയും നമുക്ക് അവിടെ യോജിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇസ്മ, ഫേല്, ഹർഫ്, അല്ലെ? നമുക്ക് ഏതൊക്കെയാണ് ഇസ്മിൽ എഴുതേണ്ടത് നോക്കാം. റസൂലുൻ, മുനവ്വറത്തുൻ, നബിയുൻ, സനവാത്തിൻ, ഇത്രയും നമുക്ക് ഇസ്മിൽ എഴുതി കൊടുക്കാം. ഇനി ഫേലിൽ എഴുതേണ്ടത് ബന, ദുഫിന, ഇഷ്തഹറ, ഇത്രയും നമുക്ക് ഫേലിൽ എഴുതി കൊടുക്കാം. അടുത്ത ഇനി ഹർഫിൽ വരുന്നത് മിൻ, ഇല, സുമ്മ, മിൻ, ഇല, സുമ്മ, ഇത്രയും നമുക്കവിടെ ഹർഫിലും എഴുതി അത് പൂർത്തിയാക്കാം. ഇനി എന്താണ്? നമുക്ക് അദവാത്തുൽ ഇസ്തിഫ്ഹാം എടുത്തെഴുതണം. അവിടെ ബോക്സ് ഉണ്ട്, അതിലേക്ക് എടുത്ത് എഴുതിയാൽ മതി. അപ്പൊ അവിടെ നമുക്ക് വായിച്ചു നോക്കാം. ഫഅൈന തദ്ഹബൂൻ, അതിൽ ഐന അത് എടുത്തെഴുതണം. പിന്നെ ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംന്, അപ്പൊ അതില് അയ്യുൻ. വമാ തിൽക ബിയമീനിക യാ മൂസ, അതിൽ നിന്ന് മാ. പിന്നെ റബ്ബി അരീനി കൈഫ തുഹീൽ മൗത, അവിടെ കൈഫ. അടുത്തത് വയഖൂലൂന മതാ ഹാദൽ വഅദ്, അവിടെ മതാ. അത്രയും അവിടുന്ന് ബ്രാക്കറ്റിലേക്ക് എടുത്ത് എഴുതണം. അടുത്തത് നമുക്ക് ജംഅ എഴുതാനാണ്. നക്തുബുൽ മാന. ഖലീഫത്തുൻ ജംഅ ഖുലഫാഉൻ, ദീനാറുൻ ജംഅ ദനാനീർ, ദനാനീർ. പിന്നെ ലിസ്സുൻ ജംഅ ലുസൂസുൻ, ഇത്രയും എഴുതാം. ഇനിയോ നമുക്ക് അവിടെ യോജിച്ചത് ഇവിടെ സൈഡിലെ ഈ ബോക്സിൽ നിന്ന് എടുത്തിട്ട് എഴുതി കൊടുക്കണം. എന്താണ്? ബക്ക ഡാഷ് ഫില്ലൈലി, എന്താണ്? ബക്ക തിഫ്ലു ഫില്ലൈലി, കുട്ടി രാത്രി കരഞ്ഞു, അവിടെ തിഫ്ല് ചേർത്ത് കൊടുക്കണം. ഇനി അടുത്തതാ ഡാഷ് ഔലാദു ഇലൽ മദ്രസത്തി, കുട്ടികൾ മദ്രസയിലേക്ക് പുറപ്പെട്ടു. അപ്പൊ അവിടെ ഹറജ പുറപ്പെട്ടു. ഇനി അടുത്തത് ഖറ അൽ വലദു ഡാഷ് അൽ കിതാബ്, ഖറ അൽ വലദുൽ കിതാബ്, കുട്ടി പുസ്തകം വായിച്ചു. ഇനി അടുത്തതാ ഡാഷ് ദാരിസൂന ദർസ, കതബ ദാരിസൂന ദർസ, പഠിതാക്കൾ പാഠം എഴുതി. ഇനിയോ വസലത്തിൽ ബനാത്തു ഡാഷ് ഇലൽ ബൈത്തി, പെൺകുട്ടികൾ വീട്ടിൽ എത്തിച്ചേർന്നു. വസലത്ത് എത്തിച്ചേർന്നു. അപ്പൊ ഇത്രയും നമുക്ക് അവിടെ മനസ്സിലാക്കി എഴുതാം. ഇനി എന്താന്ന്? തർജിമു, പരിഭാഷപ്പെടുത്താനാണ്. കം ഉളുവം ഫി മജ്ലിസി മുഷാവറത്തി ലി സമസ്ത, സമസ്ത മുഷാവറയിൽ എത്ര അംഗങ്ങളുണ്ട്, അതാണ് അതിന്റെ അർത്ഥം. താഴോട്ട് അറബി മലയാളത്തിൽ എഴുതേണ്ടത്. ഇനിയാ അലിയുബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവ്വലു മൻ ആമന മിനൽ അത്ഫാൽ, കുട്ടികളിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് അലി റളിയല്ലാഹു അൻഹു ആണ്. അതാണ് അതിൻ്റെ എഴുതേണ്ടത്. ഇനി നക്തുബുൽ മാന, അർത്ഥം എഴുതാനാണ്. ഓഷ ജീവിച്ചു. അടുത്തതാ ഫായിസുൻ വിജയി, ദഅ ക്ഷണിച്ചു. ഇതാണ് മീനിങ് എഴുതാൻ വന്നത്. ഇനി നുക്കമ്മിലെ ഹിവാർ, ഒരു സംഭാഷണമാണ്. യാസിറും ഷാക്കിറും നമ്മളെ പാഠഭാഗത്തിൽ വന്നത് തന്നെയാണ്. അപ്പൊ ഇവിടെ യാസിർ മാ ഇസ്മുക, നിന്റെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഷാക്കിർ എന്ത് മറുപടി പറയും? ഇസ്മി ഷാക്കിറുൻ, എന്റെ പേര് ഷാക്കിറാണ്, ഇസ്മി ഷാക്കിറുൻ. പിന്നെന്താണ് അവിടെ യാസിർ ചോദിക്കുന്നത്? കം ഉളുവൻ ഫി ഉസ്രത്തിക്ക, നിന്റെ കുടുംബത്തില് എത്ര അംഗങ്ങളുണ്ട്, നിന്റെ കുടുംബത്തിൽ എത്ര പേരുണ്ട് എന്ന് ചോദിക്കുകയാണ് യാസിർ. അപ്പൊ ഷാക്കിർ മറുപടി പറയുന്നു, എത്രയാണ്? ഹംസത്തു അഹ്ലാഇൻ, ഹംസത്തു അഹ്ലാഇൻ, 5 പേരുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ചോദ്യ പേപ്പറിൽ ഇന്ന് വന്നത്. അപ്പൊ നമുക്ക്
ക്വസ്റ്റ്യൻ പേപ്പർ ഉപകാരപ്പെടുത്തിയവർക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. പിന്നെ പാഠഭാഗങ്ങളൊക്കെ നന്നായി പഠിച്ചവർക്കും എഴുതാം. എന്നാ മോഡൽ വെച്ച് പഠിച്ചവർക്ക് നന്നായിട്ട് എളുപ്പത്തിൽ എഴുതി തീർക്കാൻ പറ്റിയിട്ടുണ്ടാവും. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എഴുതാനൊക്കെ കഴിയും. അപ്പൊ എല്ലാവരും ഇനിയും തുടർന്നുള്ള വീഡിയോസും ഒക്കെ ഉപകാരപ്പെടുത്തണം. ഇനി നമുക്ക് തജ്വീദിന്റെ 2 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്യാനുണ്ട്. എല്ലാവരും ഉപകാരപ്പെടുത്തണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.